നമസ്കാരം. കുടുംബത്തിലെ ഏക മകൻ, അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ അവനിലായിരുന്നു. പഠനത്തിൽ മിടുമിടുക്കൻ. കുട്ടി 10ാം ക്ലാസ് പാസ്സായി, ഉയർന്ന മാർക്കോടെ പാസ്സായി. അപ്പോഴേക്കും അച്ഛനും അമ്മയും ചർച്ചകൾ ആരംഭിച്ചു. മകനെ ഒരു ഡോക്ടറാക്കണം, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആക്കണം. അവരുടെ സ്വപ്നങ്ങൾ അതായിരുന്നു. പക്ഷേ കുട്ടി ആഗ്രഹിച്ചത് ഇതൊന്നുമല്ല. അവനൊരു വക്കീലാകണം, അവൻ LLB പഠിക്കണം. അവൻ്റെ ആഗ്രഹം ഉച്ചത്തിൽ സംസാരിച്ചു. പക്ഷേ അതിലും ഉച്ചത്തിലായിരുന്നു മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ. അങ്ങനെ അവനെ പട്ടണത്തിലെ വലിയൊരു കോളേജിൽ ചേർത്തു. സയൻസ് ഗ്രൂപ്പ് എടുത്തു. ക്ലാസ്സും തുടങ്ങി. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല കോളേജ്, നല്ല അധ്യാപകർ, നല്ല പഠനാന്തരീക്ഷം. പക്ഷേ കുട്ടിക്ക് ഒന്നിലും താല്പര്യമില്ലായിരുന്നു. അവൻ പഠനത്തിൽ ഒട്ടും ശ്രദ്ധിച്ചില്ല. പതിയെ പതിയെ അവൻ എല്ലാവരിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങി. അവന് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. സ്വയം വില കുറച്ച് കാണാൻ തുടങ്ങി. അതായത് അവൻ്റെ ആത്മവിശ്വാസം പാടെ നഷ്ടപ്പെട്ടു. അങ്ങനെ കുട്ടി പതിയെ പതിയെ വിഷാദത്തിലേക്ക് നീങ്ങി. അവിടെ തകർന്നു പോയത് കുട്ടിയുടെ ഭാവിയും മാതാപിതാക്കളുടെ സ്വപ്നവുമാണ്. ഞാൻ ഈ പറഞ്ഞ അനുഭവം നമ്മുടെ കുടുംബത്തിൽ, ചിലപ്പോൾ നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകളിൽ, ചിലപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള വീടുകളിൽ നാം കാണാറുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്കൊത്ത് നീങ്ങുമ്പോൾ പലപ്പോഴും കുട്ടികൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും, അതുപോലെ തന്നെ മൊബൈൽ ഫോണിലുമൊക്കെ ആകാം. ഇന്ന് കുട്ടികളെയും കൊണ്ട് കൗൺസിലിംഗ് മുറികളുടെ വാതിലുകളിലൂടെ നീങ്ങുന്ന നിരവധി മാതാപിതാക്കളെ നമുക്ക് കാണാനാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരവസ്ഥ വന്നു ചേരുന്നത്? നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളുടെ മനസ്സ് കാണാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? എല്ലാ കുട്ടികളും ഡോക്ടറാകാനോ എൻജിനീയർ ആകാനോ ജനിക്കുന്നവരല്ല. ചിലർ അധ്യാപകരാകും, ചിലർ അഭിഭാഷകരാകും, ചിലർ കലാകാരന്മാരാകും, വേറെ ചിലരോ ലോകം മാറ്റിമറിക്കുന്ന നേതാക്കന്മാരാകും, നല്ല സംരംഭകരാകും. പക്ഷേ അവരുടെ കഴിവ് കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ സ്വപ്നങ്ങൾ അവരുടെ ചുമലിൽ കയറ്റി വച്ചാൽ അവർ വിജയിക്കാതിരിക്കുക മാത്രമല്ല, ജീവിതത്തോട് തന്നെ തോറ്റുപോകും. സ്നേഹമെന്നത് കുട്ടികളെ നമ്മുടെ വഴിക്ക് നടത്തലല്ല, അവരുടെ വഴി കണ്ടെത്താൻ അവരെ സഹായിക്കലാണ്. നാം നമ്മുടെ മക്കളോട് ചോദിക്കണം, എന്താണ് നിൻ്റെ ആഗ്രഹം? ഒരു ചെറിയ ചോദ്യം മതി ഒരു വലിയ ജീവിതത്തെ ഉന്നതങ്ങളിലെത്തിക്കാൻ, ഉയരങ്ങളിലെത്തിക്കാൻ. ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടികൾ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ഉപദേശങ്ങൾക്ക് പിന്നിൽ സ്നേഹമുണ്ട്, അവരുടെ പ്രതീക്ഷകൾക്ക് പിന്നിൽ കരുതലുണ്ട്, അവരുടെ നിർബന്ധങ്ങൾക്ക് പിന്നിൽ നല്ലൊരു ഭാവി കാണാനുള്ള ആഗ്രഹമുണ്ട്. ഇതുപോലെ ഓരോ കുട്ടിക്കും ഒരു കഴിവുണ്ട്, ഒരു സ്വപ്നമുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾ പലപ്പോഴും വെറുപ്പിൽ നിന്നല്ല രൂപം കൊള്ളുന്നത്, പരസ്പരം മനസ്സിലാക്കാതിരിക്കുന്നതിൽ നിന്നാണ്. മാതാപിതാക്കൾ ഭാവി കാണുന്നു, കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ കാണുന്നു. ഈ ഭാവിയും കഴിവും ഒന്നിച്ചു ചേരുമ്പോഴാണ് വലിയ വലിയ വഴിത്തിരിവുകൾ ജീവിതത്തിലുണ്ടാകുന്നത്, കുട്ടികൾ വലിയൊരു ഭാവിയിൽ എത്തിച്ചേരുന്നത്. കുട്ടികൾക്ക് വഴികാട്ടൽ ആവശ്യമാണ്. പക്ഷേ കുട്ടികൾക്ക് അവരുടെ ശബ്ദവും കേൾക്കപ്പെടണം. മാതാപിതാക്കളുടെ അനുഭവവും വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ കുട്ടികളുടെ സ്വപ്നങ്ങളും കണക്കിലെടുക്കണം. ഒന്നിച്ചിരുന്ന് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേയുള്ളൂ. കുട്ടികൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യമല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ തയ്യാറാവുന്ന ഒരു ഹൃദയമാണ്.
അതുപോലെ തന്നെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അനുസരണം മാത്രമല്ല, മറിച്ച് തങ്ങളുടെ സ്വപ്നങ്ങൾ തുറന്നു പറയാനുള്ള വിശ്വാസമാണ്. സ്നേഹവും പ്രതീക്ഷയും തമ്മിൽ ഒരു പാലം പണിയാൻ കഴിഞ്ഞാൽ അവിടെ ആരും തോൽക്കില്ല. മാതാപിതാക്കളും വിജയിക്കും, കുട്ടികളും വിജയിക്കും, ഒപ്പം ജീവിതവും വിജയിക്കും. നന്ദി, നമസ്കാരം.